മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ആദിലാബാദ് രൂപതയിൽ നിന്ന് സ്നേഹാശംസകളും പ്രാർത്ഥനാ മംഗളങ്ങളും. 1999 നിലവിൽ വന്ന ആദിലാബാദ് രൂപതയ്ക്ക് ഇത് രജത ജൂബിലി വർഷമാണ്. കഴിഞ്ഞ 24 വർഷങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ രൂപത മുന്നോട്ട് പോയിരുന്നത്. ഈ 25-ാം വർഷത്തിൽ കൂടുതൽ ശക്തമായി സുവിശേഷ പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും നടത്തുവാൻ ഈ രൂപത ആഗ്രഹിക്കുന്നു. പ്രതിസന്ധികളും വെല്ലുവിളികളും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും സുവിശേഷ പ്രവർത്തന രംഗത്ത് സജീവമായ ഇടപെടലുകൾ നടത്തുവാനും യേശുവിനെ കുറിച്ച് അറിയാത്ത അനേകരിലേക്ക് സുവിശേഷം എത്തിക്കുവാനും ദൈവാനുഗ്രഹത്താലും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണത്താലും ഈ രൂപതയ്ക്ക് സാധിക്കുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഈ രജത ജൂബിലി വർഷത്തിൽ സുവിശേഷ പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളുമായ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, 25 വർഷത്തിന് പ്രതീകമായി 2500 കുടുംബങ്ങൾക്ക് ബൈബിൾ എത്തിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു ബൈബിളിന് 200 രൂപയാണ് ചെലവ് വരുന്നത്. യേശുവിനെ കുറിച്ച് അറിയാത്ത, സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഒരു കുടുംബത്തിന് ബൈബിൾ കൊടുക്കുക എന്നത് വലിയ ഒരു സുവിശേഷ പ്രവർത്തനമാണ്, രക്ഷാകര പ്രവർത്തനമാണ്. രണ്ടാമതായി, 25 ഗ്രാമങ്ങളെ ദത്തെടുത്ത് സമീപ ഭാവിയിൽ അവിടെ മിഷൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്ന രീതിയിൽ അവിടെ സുവിശേഷ പ്രവർത്തനം ആരംഭിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടെ ധ്യാനങ്ങൾ നടത്തുക, ഭവന സന്ദർശനം നടത്തുക, അവിടെയുള്ളവരെ കൂടെ സന്ദർശിച്ച് ശക്തിപ്പെടുത്തുക, പ്രാർത്ഥനകൾ നടത്തുക തുടങ്ങിയ പരിപാടികളിലൂടെ മിഷൻ കേന്ദ്രം തുടങ്ങുവാനുള്ള പ്രാരംഭ നടപടികൾ 25 ഗ്രാമങ്ങളിൽ ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു ഗ്രാമത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുവാൻ ചെലവ് വരിക ഏകദേശം 25,000 രൂപയാണ്. ഈ രജത ജൂബിലി വർഷത്തിൽ 250 നിർധനരായ കുട്ടികളെ ദത്തെടുത്ത് അവരുടെ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് നയിക്കുവാൻ രൂപത ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരായ പലരും ഉദ്യോഗമില്ലാതെ വേദനിക്കുന്നവരാണ്. കാരണം അവരുടെ കൊച്ചുനാളുകളിൽ അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചില്ല. അടുത്ത തലമുറയ്ക്കെങ്കിലും വിദ്യാഭ്യാസം കൊടുത്ത് സഭയ്ക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന വ്യക്തികളാക്കി അവരെ മാറ്റിയെടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു കുട്ടിക്ക് ഒരു വർഷത്തെ ചെലവ് വരുന്നത് 12,000 രൂപയാണ്. നാലാമതായി, ഈ രജത ജൂബിലി വർഷത്തിൽ 25 നിർധനരായ പെൺകുട്ടികൾക്ക് വിവാഹ സഹായം നൽകാൻ ആഗ്രഹിക്കുന്നു. യാതൊരു ആർഭടവുമില്ലാതെ വളരെ ലളിതമായ രീതിയിൽ ഒരു വിവാഹം നടത്തുവാനായി ഒരു ദരിദ്ര കുടുംബത്തിന് 50,000 രൂപ വെച്ച് കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അഞ്ചാമതായി, ഈ രജത ജൂബിലി വർഷത്തിൽ 25 നിർധനരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെയും വളരെ ലളിതമായ സാധാരണ കുടുംബങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുന്ന 2.5 ലക്ഷം രൂപ വരുന്ന ഭവനങ്ങൾ നിർമ്മിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ രൂപത ഇന്ന് വരെയും മുന്നോട്ട് പോയത് ഉദാരമായ ഉപകാരികളുടെ സംഭാവന കൊണ്ടാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊണ്ടും സാമ്പത്തിക സഹായം കൊണ്ടുമാണ് ഈ രൂപത മുന്നോട്ട് പോയത്. കാരണം ഈ രൂപതയിലുള്ളത് വെറും 17,000 വിശ്വാസികൾ മാത്രമാണ്. ഈ വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും പിന്നാക്ക വിഭാഗങ്ങളിൽ പെടുന്നവരാണ്. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാമൂഹികമായും പിന്നാക്കം നൽകുന്ന പിന്നാക്ക വർഗങ്ങളിൽ പെടുന്നവരാണ് ഇവരിൽ ബഹുഭൂരിപക്ഷവും. ഇവരുടെ സാമ്പത്തിക ശേഷി കൊണ്ടോ ഇവരുടെ സഹകരണം കൊണ്ടോ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക അസാധ്യമാണ്. അതുകൊണ്ട് നല്ലവരായ നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം സമീപിക്കുന്നു. ഈ രജത ജൂബിലി വർഷത്തിൽ യേശുവിനെ അനേകർക്ക് പകർന്നു കൊടുക്കുവാനും അനേകം നിർധനർക്ക് കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുവാനും ഞങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങളിൽ നിങ്ങളുടെ ഉദാരമായ പ്രാർത്ഥനയും സാമ്പത്തിക സഹായവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നാളിതുവരെ നിങ്ങൾ ചെയ്ത എല്ലാ സഹായത്തിനും നന്ദി. ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ പങ്കുപറ്റണമേ എന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മിഷനെ സ്നേഹിക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും നടത്താൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും
ഈ വീഡിയോ പങ്കുവെക്കണമെന്നും ഞാൻ സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.